ഓക്കെ, അപ്പം ശബരിമലയിലെ ഭക്തരുടെ തിരക്ക് തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി 11 മണിവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 80,000-ലധികം പേരാണ് ദർശനം നടത്തിയത്. മണ്ഡലകാലം 17 ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 17 ദിവസം പിന്നിടുമ്പോൾ ദർശനം നടത്തിയ ആകെ ഭക്തരുടെ എണ്ണം 14.5 ലക്ഷം കടന്നിരിക്കുന്നു. സന്നിധാനത്ത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച കേരളീയ അന്നദാന സദ്യ വൈകാതെ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡ്. ഡിസംബർ 5-ന് നടക്കുന്ന ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനവും ഉണ്ടാകും. രതീഷ് വാസുദേവൻ സന്നിധാനത്ത് നിന്നും തത്സമയം നമുക്കിപ്പം ചേർന്നുണ്ട്. രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട അതേപോലെ ഏറെക്കുറെ അതേപോലത്തെ ഒരു ദൃശ്യം തന്നെയാണ് ഇന്നും ഇപ്പം എനിക്ക് രതീഷിനെ കാണുമ്പോൾ കാണാൻ പറ്റുന്നത്. പുറകിലൊക്കെ അയ്യപ്പന്മാരുടെ നല്ല നിരയുണ്ട്, ക്യൂ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്, തിരക്കുണ്ടോ? നല്ല തിരക്കുണ്ടോ? ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. നേരത്തെ സൂചിപ്പിച്ച പോലെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 അവധി ദിവസങ്ങൾക്ക് മുൻപുള്ള അവധി ദിവസങ്ങളിലൊക്കെ വളരെ തിരക്ക് കുറവായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്ക് വർദ്ധിക്കുന്നത്. ഇന്നലെ അടക്കം 80,000-ലധികം ഭക്തരാണ് എത്തിയത്. ഇന്നും രാവിലെ വലിയ തരത്തിൽ ഭക്തരുടെ നിരയുണ്ട്. പക്ഷേ സന്നിധാനത്ത് ഇത്തരത്തിൽ എത്തുന്ന ഭക്തർക്ക് ദർശനം നടത്താനുള്ള സൗകര്യം വളരെ പൊടുന്നനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സന്നിധാനത്തെത്തിയ ഭക്തർക്ക് അധികം വൈകാതെ തന്നെ, ക്യൂവിൽ അധികം നേരം നിൽക്കാതെ തന്നെ ദർശനത്തിന് എത്താനുള്ള സൗകര്യം സന്നിധാനത്ത് ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ഒരുക്കി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരക്ക് വരും ദിവസങ്ങളിലും വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇനി മകരവിളക്കും മറ്റും കാര്യങ്ങളൊക്കെ വരികയാണ്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഈ അവധിയുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച ഭക്തർ ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുണ്ട്. ഇത് കൂടാതെ തന്നെ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ നിയന്ത്രണം ഉൾപ്പെടെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടായി. നിയന്ത്രണം പരിമിതപ്പെടുത്തിയത് ഇളവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിൽ 10,000-ലധികം പേർ ദർശനം നേടി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയന്ത്രണങ്ങളിൽ അല്പം അയവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ തിരക്ക് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള നിയന്ത്രണത്തിലെ അയവാണ് വരുത്തിയിട്ടുള്ളത്. നിലയ്ക്കലും പമ്പയിലും ഒക്കെ തന്നെയുള്ള കർശന പരിശോധനകളും നിയന്ത്രണങ്ങളും തുടരുന്നതിനിടയ്ക്ക് തന്നെയാണ് സന്നിധാനത്ത് ഇത്തരത്തിൽ കൂടുതൽ ഭക്തരെത്താനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡ് നടത്തുന്നത്. ഇതിനിടെ കേരളീയ അന്നദാനം സദ്യ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം 5-ാം തീയതി ചേരുന്ന ബോർഡ് യോഗത്തിൽ ഒരു തീരുമാനം അന്തിമമായി എടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ ഭക്തരെത്തുന്നു, അതിനുള്ള സജ്ജീകരണങ്ങൾ സന്നിധാനത്ത് ഒരുക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സേതു. ഓക്കെ രതീഷ്, ശരി. ഇപ്പോൾ സന്നിധാനത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നല്ല തിരക്കാണല്ലോ, നല്ല തിരക്കുണ്ട്. അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല തിരക്കായി. മാത്രമല്ല മണ്ഡലകാലം ഇനിയിപ്പോൾ 10-17 ദിവസമല്ല, അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും തിരക്ക് കൂടാനാണ് സാധ്യതയും. നമുക്ക്